الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا بلغ ما قرأناه من القرآن العظيم أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائنا وأمهاتنا وأهل الخير كلهم يا ذا الجلال والإكرام. وإلى حضرة الروح شيخنا ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ قدس الله سره اللذيذ وإلى حضرة أهل الخير كلهم يا رب العالمين. اللهم بحقهم وبجائهم يسر عسيرنا وسهل أمورنا واكشف كروبنا وفرج همومنا وحصل مرادنا وبلغ آمالنا وقض حاجاتنا وادفع بلياتنا. اللهم اشفنا واشف مرضانا يا شافي الأمراض. اللهم آتنا الفلاح والفوز العظيم في جميع أمورنا لا سيما في أمرنا هذا يا رب العالمين. اللهم ربنا تمم بالخير والسعادة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي هدانا هذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനാദരകൾ നിറഞ്ഞ സ്ഥാപനത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാജാ റഹ്മാനി കമ്പളക്കാട്, അതുപോലെ തന്നെ SNEC സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകനും കൂടിയായ ജിയാദ് ഫൈസി, അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നുഅ്മാൻ മാഹിരി, റാഷിദ് വാഫി ഉസ്താദ്, പ്രിയപ്പെട്ട റയീസ് ഉസ്താദ്, അതുപോലെ തന്നെ ഇമാനി ഉസ്താദ്, ഖുദവി ഉസ്താദ്, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 2K25 സിയാസ ആൻഡ് അൽ ബയാൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന CBMS ആർട്സ് ഫെസ്റ്റ് കലാ വൈബ് കലയിലലിയാം കോലാഹലങ്ങൾ അകറ്റാം എന്ന വലിയ മോട്ടോയിൽ ഇന്ന് നമ്മളൊരു ഫെസ്റ്റ് കൊണ്ടാടുകയാണ്. ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടി ഇതിന് പരിസമാപ്തി കുറിക്കുകയാണ്. അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മ ചടങ്ങിലാണ് ഞാനും നിങ്ങളുമൊക്കെ പങ്കാളിയായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ നിൽക്കുമ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുമിച്ചെടുത്ത കലാവൈഭവങ്ങളുടെ സർഗാത്മക ഭൂമികയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കലക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ നൽകിയ പേരും ആ ടൈറ്റിലും അതിന്റെ മോട്ടോയും ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ കാലോചിതമായി അടയാളപ്പെടുത്താൻ സാധിക്കുന്ന, കാലത്തിനോട് അനുസൃതമായിട്ടുള്ള, അതിനോട് നേരിടുന്ന ഒരു വലിയ മോട്ടോയും ഒരു വലിയ പേരുമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ആ ടൈറ്റിലിനെ കുറിച്ചും അതിന്റെ മോട്ടോയെ കുറിച്ചും നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം വൈബിലായി കാണുന്ന, എല്ലാം അതിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോമിലായി കാണുന്ന, എല്ലാത്തിനെയും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സ്വീകരിച്ചതിനെയും തള്ളിയതിനെയും എല്ലാത്തിനെയും വൈബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചു തന്ന ആശയ ആദർശത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കലയെ അതിനെ വൈബാക്കി കണ്ടുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ യശസ്സോടെ അതിന്റെ തനിമയോടുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും അത് പഠിച്ചുകൊണ്ടും സമുദായത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രതിഫലിപ്പിക്കുക, അതിനുള്ള പക്വമായ പാകമായ കാപ്പബിലിറ്റിയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തിന്റെ പുറത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഒരുമിച്ച് പോയിരിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കലക്ക് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അത് ലോകത്ത് അറിയപ്പെട്ടത് അറിവിന്റെ പേരിലാണ്. മനസ്സിലാക്കിയെടുത്തോളം, വായിച്ചെടുത്തോളം, പഠിച്ചെടുത്തോളം എന്തുകൊണ്ട് ഇസ്ലാം ലോകത്ത് അറിയപ്പെട്ടു എന്ന കാരണങ്ങൾ ചികഞ്ഞന്വേഷിക്കുമ്പോ അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് അറിവാണ്. കാരണം സ്പെയിൻ എന്ന് പറയുന്ന സാമ്രാജ്യം നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോ അല്ലെങ്കിൽ ചരിത്ര താളുകൾ വായിച്ചു നോക്കുമ്പോ സ്പെയിൻ എന്ന് പറയുന്ന ഒരു ഭാഷ, ആ ഒരു ഭാഷക്കപ്പുറം അതിനോട് മറ്റൊരു ചേർത്ത് പറയുന്ന ഒരു രീതിയുണ്ട്. മുസ്ലിം സ്പെയിൻ എന്ന് അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ ഇസ്ലാം കെട്ടിപ്പടുത്തിയെടുത്തിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വളർച്ചയുണ്ട്. അത് വളരെ വലുതാണ്. എന്തുകൊണ്ട് സ്പെയിൻ അറിയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ പിറക്കപ്പെട്ടത്, ജന്മം നൽകിയത് സ്പെയിനിന്റെ മണ്ണിലാണ്. ആ സ്പെയിൻ എന്ന് പറയുന്ന മുസ്ലിം സാമ്രാജ്യത്തെ ഇവിടെ നിന്ന് താറുമാറ് വലിച്ചു കയറാൻ വേണ്ടി ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികൾ ആദ്യം അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറികളിൽ കത്തിച്ചു കളയുക എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഈ ഉമ്മത്തിന് ഒരു കഴിവുണ്ട്, ഈ ഉമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഈ ഉമ്മത്തിന് ഇസ്സത്തുള്ള ഉമ്മത്താണ്, ഈ ഉമ്മത്ത് ഹിമ്മത്തുള്ള ഉമ്മത്താണ്, ഈ ഉമ്മത്ത് എല്ലാം തികഞ്ഞൊരു ഉമ്മത്താണ്. അങ്ങനെയുള്ള ഉമ്മത്തിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെ എല്ലാ അറിവിന്റെ മേലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഓരോന്നോരോന്നായി പറയുന്നില്ല. നമുക്കറിയാം അബ്ബാസ് ബിൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്കറിയാം. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തുന്നതിന് മുമ്പിൽ അബ്ബാസ് ബിൻ ഫെർണാണ്ടസ് ആണ്, നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ് വിമാനം കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് പറയുന്ന ഇബ്നു സിനയുടെ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഏറ്റവും ഔദ്യോഗികമായ ഒരു കിതാബുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഇന്ന് യൂറോപ്യൻ കൺട്രീസിന്റെ പല ഭാഗങ്ങളിലും ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി പഠനത്തിന്റെ ആവശ്യമായ അതിന്റെ ഏറ്റവും ചാലക ശക്തിയായി കണക്കാക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അത് ഇൽമിന്റെ മേൽ, അറിവിന്റെ മേൽ, കണ്ടുപിടുത്തങ്ങളുടെ മേൽ, പുതിയ സംവിധാനങ്ങളുടെ മേൽ അറിയപ്പെടാൻ അതിന്റെ പേരിലാണ് ഇസ്ലാം സ്പ്രെഡ് ചെയ്തത്. ആ ഉമ്മത്തിൽപ്പെട്ട വാക്താക്കളാണ് ഞാൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അറിവിന്റെ പുറത്തുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ അറിവിന്റെ പുറത്ത് നമ്മൾ ഈ കലയെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ
എങ്ങനെ യഥാർത്ഥമായ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമോ, ഈ സമുദായത്തെ, മുസ്ലിം ഉമ്മത്തിനെ, ഇസ്ലാമിന്റെ ശരീഅത്തെ ഒരു വളവോ തിരിവോ ഇല്ലാതെ കൃത്യതയോടുകൂടി എങ്ങനെ പ്രചരിപ്പിക്കാൻ സാധ്യമാകുമോ, അതേ പ്രകാരം ഈ കലകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഐഡന്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എടുത്ത് അതിനെ പ്രതിഫലിപ്പിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഗുണമുണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ഗുണമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമായി അള്ളാഹു ഇതിനെ മാറ്റി തരുമാറാകട്ടെ. ഈ സംഗമ ഭൂമിക അതൊരു കളരിപ്പയറ്റാൻ, ഈ കളരിപ്പയറ്റിൽ പയറ്റി തെളിഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ജീവിക്കുന്ന കാലം ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കണം. അങ്ങനെ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കുമ്പോഴാണ് മരിച്ചു പോകുമ്പോ ഈ ഭൂമിയും ആകാശവും നമ്മളെ ഓർത്ത് കരയുകയുള്ളൂ. അല്ലാതെ മരിച്ചു പോകുമ്പോ ഖുർആൻ പറഞ്ഞതുപോലെ ആകാശഭൂമി അവരുടെ വിയോഗത്തെ കുറിച്ച് ഓർക്കുക പോലുമില്ല, ഒന്ന് കരയുക പോലുമില്ല. അങ്ങനെ ആവരുത്. ഇവിടെ CPMS ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സമുച്ചയത്തിൽ വളരുമ്പോ, സമസ്തയുടെ തണലിൽ വളരുമ്പോ, 8 വർഷക്കാലം നമ്മൾ പഠിച്ചു പുറത്തിറങ്ങുമ്പോ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തലുണ്ടാകണം. 63 വർഷക്കാലം അല്ലെങ്കിൽ 60ന്റെയോ 70ന്റെയോ ആയുഷുള്ള ഒരു വർഷക്കാലം ഇവിടെ ജീവിച്ചു നിൽക്കുമ്പോ ഈ ദുനിയാവിന്റെ മട്ടുപാവിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഈ കലകൾ കൊണ്ട്, നമ്മുടെ ഈ സംവിധാനങ്ങൾ കൊണ്ടൊക്കെ വിജയവും അതിന്റെ ഫലവും ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ വിജയമുണ്ടാകുന്ന ഒരു കളരിപ്പയറ്റായി, ഈ കളത്തിൽ പയറ്റി തെളിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഫെസ്റ്റായി ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ നമ്മുടെ വേദിയിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് സമീപിക്കുന്നതാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ സമയത്തെ ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ അവരൊക്കെ നമ്മൾ കാതോർത്ത് നിൽക്കാൻ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരുക്കിയ ഒരു ഫെസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ മക്കളാണ് ഈ സംവിധാനത്തെ മുഴുവൻ ഇങ്ങനെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഓരോ മാസങ്ങളായി ഉറക്കമില്ലാതെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ സമയത്ത് വരെ ഇത്രയും വിജയവും ഇത്രയും മനോഹരമായി അവർക്കതിനെ സംവിധാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കൾ നൽകിയ ഒരുപാട് എഫേർട്ടുകളുണ്ട്. അവർ ഒഴുക്കിയ വിയർപ്പിന് പകരമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ മുതൽ കൂട്ടാകുന്ന ഒരു സൽക്കരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ അത്താണിയും ഈ സ്ഥാപനത്തിന്റെ പ്രതീക്ഷയും ഈ സ്ഥാപനത്തിന്റെ തണലും എല്ലാമായ ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാൻ ഉസ്താദിന്റെ അടുത്ത് ഓരോ ആവശ്യമായും ഓരോ പദ്ധതിയുമായും ഓരോ കാര്യങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരു ആത്മീയപരമായ ഉണർവ് നൽകിക്കൊണ്ട് നമ്മുടെ പുറകിൽ നിന്ന് ഒരു താങ്ങായിക്കൊണ്ട്, ഒരു സപ്പോർട്ടായിക്കൊണ്ട്, ഒരു കരുതലായിക്കൊണ്ട്, ഒരു പിൻബലമായിക്കൊണ്ട് നമ്മളോട് ഉസ്താദ് വർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ശബ്ദത്തിന് ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ദീനീ രംഗത്ത് സേവനം ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ശബ്ദത്തിന് എത്ര കാലമുണ്ടോ അത്രയും കാലം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ പറയാൻ, ദീനിനെ പറയാൻ, ഖുർആനിനെ പറയാൻ, തിരുസുന്നത്തിനെ പറയാൻ, ആ ശബ്ദത്തിന് മാധുര്യവും ഐക്യവും ഇണക്കവും ഉയർച്ചയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഈ ഉസ്താദുമാരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളെ സ്വാലിഹായ സൽക്കരമായി അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിനോട് നമ്മളെ സഹായിച്ച ഒരുപാട് കമ്മിറ്റി ഭാരവാഹികൾ, അതല്ലാതെ മറ്റുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ദീനി സ്നേഹികൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ സ്നേഹികൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദിയിൽ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു സംഗമത്തിന് CPMS ആർട്സ് ഫെസ്റ്റ് 2025 കലാവൈബ്, കലയിലലിയാൻ, കോലാഹലങ്ങൾ അകറ്റാൻ എന്ന വലിയ മോട്ടോയിൽ നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിന്റെ ഔദ്യോഗികമായ കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യദർശി, സ്ഥാപനത്തിന്റെ എല്ലാമായ എല്ലാ അർത്ഥത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളൊക്കെ ആത്മീയപരമായി, ഭൗതികപരമായി എല്ലാ അർത്ഥത്തിലും കൃത്യമായി സപ്പോർട്ട് നൽകിക്കൊണ്ട് ഒരു വലിയ ആത്മീയ നേതൃത്വമായി നമുക്ക് മുന്നിലുള്ള നമ്മുടെ സൗഭാഗ്യമായ ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാൻ ഉസ്താദിനെ ഈ ഒരു സംഗമത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ
തന്നെ ഈ ഒരു സംഗമത്തിലേക്ക് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൈൽ ഫൈസി കൂരാട് വലിയ പാട്ടുകാരനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഗമത്തിലേക്ക് ഈ ഒരു രീതിയിലുള്ള ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജിയാദ് ഫൈസി ഉസ്താദിനെയും അതുപോലെ തന്നെ ഹിഫ്ലുൽ ഖുർആൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നുഅ്മാൻ മാരി ഉസ്താദിനെയും സദസ്സിലുള്ള ബഹുമാനപ്പെട്ട റാഷിദ് റാഫി ഉസ്താദും യമാനി ഉസ്താദും ഖുദവി ഉസ്താദും അടക്കമുള്ള എല്ലാവരെയും ഈ ഒരു സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകൾ ദർശിക്കാൻ വേണ്ടി ഒരുപാട് ദൂരത്തു നിന്ന് ഈ മക്കളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി എത്തിയ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സ്നേഹിതന്മാരും ഈ സ്ഥാപനത്തിലെ രക്ഷിതാക്കളുമായിട്ടുള്ള ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെയും ഈ ഒരു സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഔദ്യോഗികമായ കർത്തവ്യങ്ങളും കർമ്മങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു സംഗമത്തിന്റെ ഈ ഒരു ആർട്സ് ഫെസ്റ്റിന്റെ 2K25 CBMS ആർട്സ് ഫെസ്റ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഷാജഹാൻ റഹ്മാനി ഉസ്താദ് കമ്പളക്കാടിനെ ഹാർദവമായി ഈ ഒരു സംഗമത്തിലേക്ക് ഈ ഒരു പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യരായ ഉസ്താദുമാർ, സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്ന ജിയാദ് ഫൈലി, ഇവിടെ മനോഹരമായി സ്വാഗത ഭാഷണം നടത്തി ഈ കലാവൈബ് പരിപാടിക്കൊക്കെയും പിന്തുണ നൽകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റസാലി ഉസ്താദ്, ഹിഫ്ലുൽ ഖുർആൻ കോളേജിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഉസ്താദ് നുഅ്മാൻ മാഹിരി, റാഷിദ് വാഫി, വേദിയിലെ ഏറെ ബഹുമാന്യരായ റയീസ് ഉസ്താദ്, ഹുദവി ഉസ്താദ്, യമാനി ഉസ്താദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രതീക്ഷയോടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന പ്രിയങ്കരരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിശിഷ്യ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം പരലോകത്തും അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായി സ്വാഗത പ്രഭാഷണത്തിലൂടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിലെ SNEC ശരീഅ കോളേജിലും ഹിഫ്ലുൽ ഖുർആൻ കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുമക്കളുടെ കലാ, കായിക, സാഹിത്യ മത്സരവുമായി ബന്ധപ്പെട്ട് കലാവൈബ് എന്ന പേരിൽ വൈബായി നടക്കുന്ന ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന സെഷനിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. എന്തിനാണിതെന്നും എന്താണിതിൻ്റെ ലക്ഷ്യമെന്നൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. കേവലം ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കുക എന്നത് മാത്രമല്ല, താൻ അറിഞ്ഞ കാര്യങ്ങൾ, തൻ്റെ കഴിവുകൾ ഏറ്റവും മനോഹരമായി സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കലാസാഹിത്യ പരിപാടികളൊക്കെയും സംഘടിപ്പിക്കപ്പെടുന്നത്.
നമ്മുടെ ബഹുമാന്യരായ പ്രഗത്ഭരായ ഉസ്താദുമാരുടെയൊക്കെ ഒരു ആശംസാ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നമ്മളൊക്കെ പഠിക്കുന്ന ഈ ജ്ഞാനം അത് സമൂഹത്തിലേക്ക് ഏറ്റവും നന്നായി അവതരിപ്പിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ. നമുക്കറിയാലോ, ഒരു വിഷയം തന്നെ പലരും പ്രസംഗിക്കുമ്പോൾ പല നിലയിലാണ് സമൂഹം, ആളുകൾ അത് ഉൾക്കൊള്ളുന്നത്. എല്ലാവരും പറയുന്ന വിഷയം ഒന്നാണെങ്കിലും ചില ആളുകളുടെ പ്രഭാഷണം ശരിക്ക് കൽബിലേക്കങ്ങ് കയറും. അത് കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ, ചില പ്രഭാഷകരൊക്കെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും സദസ്സിൽ അങ്ങനെ കരയും. ചില ആളുകൾ ഖബറിന്റെ ഭീകരമായ രംഗങ്ങൾ പറയുമ്പോൾ പല ആളുകളുടെയും നെഞ്ചുപൊട്ടും, കരയും. ആ സദസ്സിൽ നിന്ന് വലിയ വലിയ പ്രതിജ്ഞകൾ അവരെടുക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രഭാഷണത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷെ അത് ഒരു അറിവുള്ള ആൾ പ്രസംഗിച്ചു എന്നതുകൊണ്ട് മാത്രം അങ്ങനെ കൽബിലേക്ക് കയറണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതാ ഒരു ശൈലി, ആ ഒരു രീതി സ്വീകരിക്കുമ്പോഴാണ്. ഇസ്ലാമിൽ പ്രഭാഷണത്തിന് വലിയ പ്രസക്തി ഉണ്ട്. മുത്തുനബിയുടെ പ്രബോധനത്തിന്റെ ആദ്യ പടി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നബിയോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബിയെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ അടുത്ത ആളുകളുണ്ടല്ലോ, അവരെ വിളിച്ച് അവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകണം. ഈ ദഅവത്ത് അവരിലേക്ക് എത്തിക്കണം. അപ്പൊ റസൂലുള്ള തന്റെ കുടുംബത്തിൽപ്പെട്ട ബനൂ ഫൈഇ ഗോത്രത്തെയും ബനൂ ഹദിയ്യ ഗോത്രത്തെയും ഒക്കെ സഫാക്കുന്നിന്റെ പരിസരത്തേക്ക് വിളിക്കുന്നുണ്ട്. ജബൽ അബൂ ഖുബൈസിന്റെ പരിസരത്തേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും അവരെ ഒരുമിച്ച് കൂടിയപ്പോ നബി തിരുമേനി തങ്ങൾ അവരോടൊരു പ്രഭാഷണ ശൈലിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം ആളുകൾ സർവായുധ വിഭൂഷിതരായി നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അറഅയ്തുകും ലൗ അഖ്ബർതുകും അന്ന ഖൈലം ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും വകുൻതും മുസ്തദ്ദഖി. ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് സർവായുധ വിഭൂഷിതരായി ഒരു സംഘം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവരൊന്നടങ്കം പറഞ്ഞു വിശ്വസിക്കും മുഹമ്മദേ. മുത്ത് റസൂൽ ചോദിച്ചു, എന്തേ വിശ്വസിക്കാൻ കാരണം? അവര് പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബ, ഇത്രയും കാലമായി നിന്നിൽ നിന്നൊരു കളവ് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ റസൂലുള്ള തന്റെ സന്ദേശം മനോഹരമായി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും അവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി. പലരും റസൂലുള്ളാന്റെ വലിയ ശത്രുക്കളായി മാറാനുള്ള കാരണം അത് സ്വാധീനം ചെലുത്തിയത് കൊണ്ട് തന്നെയാണ്. ചിലർ മിത്രങ്ങളുമായി മാറി. ഞാൻ പറയുന്നത് എന്നതുപോലെ പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ശുഐബ് നബിയെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തി, ദാലിക ഖതീബുൽ അംബിയാ, അത് അംബിയാക്കളിലെ പ്രഭാഷകനാണ്. അപ്പൊ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കവിത എല്ലാവരും എഴുതിയാൽ ഒരു വിഷയം തന്നെയാണെങ്കിലും ഒരുപോലെയാകുമോ? ഒരു കവിത ഒരാൾ ആലപിക്കുമ്പോ എല്ലാവരും ആലപിക്കുന്നത് ഒരുപോലെയാണോ കേൾക്കുന്നവരിൽ സ്വാധീനം ചെലുത്തുന്നത്? പാട്ടുകൾ അങ്ങനെയാണോ? ഒന്നുമല്ലല്ലോ. അപ്പൊ അതിനൊക്കെ സമൂഹത്തിൽ കൃത്യമായി സ്വാധീനം ചെലുത്താൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഇന്നലിൽ ബയാനില സിഹറ, ഈ സാഹിത്യത്തിന് വല്ലാത്തൊരു സ്വാധീനമുണ്ട്, ഒരു മാസ്മരികതയുണ്ട്. അത് അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. മനുഷ്യനെ പടച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറയുന്നത് അവനെ ബയാൻ പഠിപ്പിച്ചു കൊടുത്തു, സാഹിത്യം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച് അതൊക്കെ ഉൾക്കൊണ്ട് നമ്മളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് ഉമ്മത്തിന് വെളിച്ചമായി മാറാൻ സാധിക്കണം. ആ നിലയിൽ നമ്മൾ പൊരുതണം. മത്സരം എന്നതൊരു പൊരുതലാണ്. അതിലെ വിജയി ആത്യന്തിക വിജയിയാണെന്ന് ചിന്തിക്കരുത്. അതിൽ പരാജയപ്പെട്ടവൻ എന്നേക്കും പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. നേരിയ പോയിന്റിനായിരിക്കാം ഒരു പക്ഷേ വിജയിച്ചിട്ടുണ്ടാവുക. ഞാൻ വിജയിച്ചു, എല്ലാ കഴിവും എനിക്കുണ്ടായി എന്ന് കരുതി നമ്മളതിൽ നിന്ന് പിന്മാറാനേ പാടില്ല. നമ്മളുടെ തൊട്ടു പിന്നിൽ ഒരു പോയിന്റിനായിരിക്കും നമ്മളെ സുഹൃത്തിനേക്കാൾ നമ്മൾ മുൻകടന്നിട്ടുള്ളത്. അത് ആ പരാജയപ്പെട്ടവരും ചിന്തിക്കണം, ഞാൻ ഒന്നുകൂടെ നന്നാക്കിയിരുന്നെങ്കിൽ എനിക്ക് മുന്നേറാമായിരുന്നു. ഈ പരിശീലനം കഴിഞ്ഞാലും ഈ
സാഹിത്യ മത്സരങ്ങൾ കഴിഞ്ഞാലും അടുത്ത വർഷത്തേക്കുള്ള അധ്വാനവും ത്യാഗവും നമ്മളിപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കഠിനാധ്വാനം ഈ പരിപാടിയുടെ പിന്നിലുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ 11:30-12 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് ഞാനിവിടെ എത്തുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ ഗസാലി ഉസ്താദും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ബഹുമാനപ്പെട്ട നമ്മുടെ ജിയാദ് ഫൈസി അദ്ദേഹത്തിൻ്റെ വിവാഹം അതിനിടയിൽ നടന്നു. ആ തിരക്കിൽ പോലും ഇതിലൊക്കെ അവർ സജീവമായിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഗസാലി ഉസ്താദിൻ്റെ സേവനങ്ങൾ. അതുപോലെ ഹിഫ്ലിലെ വിദ്യാർത്ഥികളെ ഇതിനൊരുക്കാനായി പ്രിയപ്പെട്ട ഹിഫ്ലിലെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ശ്രമങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. അവർ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി പലരെയും സമീപിച്ചപ്പോൾ സഹായത്തിൻ്റെ കൈകൾ നീട്ടിയവരുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവരുടെയൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ പരിപാടി മനോഹരമായ പാട്ടിലൂടെയും ഉത്ബോധനത്തിലൂടെയും ഒക്കെ ഇവിടെ നമുക്കിന്ന് അതിഥിയായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൈൽ ഫൈലി, അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ പരിപാടികളും വളരെ ഗംഭീരമാക്കണം. രക്ഷിതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നവർ ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വിജയിച്ച് കിട്ടാൻ ദുആ ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ഉയർച്ചയിൽ എത്തിക്കട്ടെ. ഇതിനൊക്കെ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന, ത്യാഗം സഹിക്കുന്ന പലരുമുണ്ട്. ഈ സ്ഥാപനത്തിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടിയവരുണ്ട്, പലപ്പോഴുമായി സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അരിമ്പ്ര ജലീൽ ഫൈസി ഹിഫ്ലുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉപ്പയാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് സഹായങ്ങൾ നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഒരു സഹോദരി പ്രത്യേകിച്ച് സ്ട്രോക്കൊക്കെ വന്ന് ചില പ്രയാസങ്ങൾ ബാധിച്ച് വിഷമിക്കുന്നുണ്ട്. സലാമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റാഹത്തിലാക്കട്ടെ. അതുപോലൊരു വീടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥലം അതിനനുവദിച്ച് കിട്ടണം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചൊറകളുണ്ട്. ഒന്ന് റാഹത്തായി കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ അധ്വാനങ്ങളൊക്കെ ഭാവിയിൽ വലിയ സന്തോഷത്തിന് അള്ളാഹു നിമിത്തമാക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം നിറഞ്ഞ സദസ്സാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഗസ്റ്റായ ബഹുമാനപ്പെട്ട സുഹൈൽ ഫൈസി കൂരാട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിനെ നേർന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കുവാനും ആശംസ അറിയിക്കുവാനും വേണ്ടി കമ്മിറ്റി ഭാരവാഹിയായ റഹീസ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞ് ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ നമ്മുടെ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ്, നമ്മൾ ഏത് മത്സരമാണെങ്കിലും അതിൽ നമ്മൾ ഫസ്റ്റ് കിട്ടുകയാണെങ്കിലും അതിൽ നമ്മൾ ഫെയിലാകുകയാണെങ്കിലും ഫസ്റ്റ് കിട്ടിയാൽ എനിക്ക് ആരും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ചെറിയൊരു പോയിന്റിൻ്റെ കാരണത്താലായിരിക്കും അവിടെ ഫസ്റ്റ് കിട്ടിയത്. അതേപോലെ തന്നെ സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ റിസൾട്ടിൽ വരാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾക്ക് ജഡ്ജ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ് ചെറിയ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും അവർക്ക് പ്രൈസ് നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ കുട്ടികളുണ്ടാവും. അതിനേക്കാളും മെച്ചപ്പെട്ട കുട്ടികൾ, റിസൾട്ടിൽ വരാത്ത കുട്ടികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഓരോ പ്രോഗ്രാമും അവതരിപ്പിക്കേണ്ട ശൈലിയിൽ ആ പ്രോഗ്രാം അവതരിപ്പിക്കണം. പ്രസംഗമാണെങ്കിൽ പ്രസംഗത്തിനൊരു ശൈലിയുണ്ട്, ആ പ്രസംഗത്തിൻ്റെ ശൈലിയിൽ തന്നെ അത് അവതരിപ്പിക്കണം. പാട്ടാണെങ്കിലും പാട്ടിൽ നമ്മളത് ലയിച്ച് പാടണം. പാട്ടിൻ്റെ ഭാവം വേണം, എല്ലാം വേണം. പാട്ടിൽ ലയിച്ച് പാടാന്ന് പറയുമ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ ജഡ്ജിന് പോകുന്ന സമയത്ത് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷേ ആ പാട്ടിൽ അവർ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, അത് അതേപോലത്തെ അങ്ങനെ പാടും. പക്ഷേ ഞാൻ പാടുന്ന പാട്ടിൽ എല്ലാവരും ആകർഷിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മളെ പാട്ടിലേക്ക് എല്ലാവരും ആകർഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. പാട്ടിലുള്ള അർത്ഥങ്ങൾ ശ്രോതാക്കളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. ചില ആളുകളൊക്കെ പാടുന്ന സമയത്ത് പാട്ടിൽ തീരെ ലയിക്കാതെ പാടുന്ന നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അത് പാട്ടിൻ്റെതായ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പാടേണ്ടതാണ്. ഈ പ്രോഗ്രാമിൽ 2 വരി പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോവണേ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോവണേ, മക്കം കാണുവാൻ കബം ചുറ്റുവാൻ തില്ല പിടിച്ചൊന്ന് കേഴുവാൻ, മക്കം കാണുവാൻ കബം ചുറ്റുവാൻ തില്ല പിടിച്ചൊന്ന് കേഴുവാൻ, മക്ക നഗരമേ കരയൂ, കഅബത്തൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്ക നഗരമേ കരയൂ. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആശംസ അറിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നുഹ്മാൻ മഹാരി ഉസ്താദിന് ആദരവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ വൈകിയ വേളയിൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, ഈ ഒരു പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ് സുഹൈൽ ഫൈസി കുരാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പീഠം മാറ്റണം.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وبعد. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ് ഷാജഹ് റഹ്മാനി അവറുകൾ, CBMS എത്തിംഖാന ഇസ്ലാമിക് അക്കാദമിയിലെ പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു ഈ ഒരുമിച്ച് കൂടൽ, ഈ സംഗമം, ഈ മജ്ലിസ് നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. കലയിലെല്ലാം കോലാഹങ്ങളകറ്റാം എന്ന പേരിൽ കലാവോയ് ആർട്സ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന ഈ വേദിയിൽ ഹൃദ്യമായ നിങ്ങളുടെ ക്ഷണം അതിന് എല്ലാവിധ സ്നേഹ സന്തോഷങ്ങളും കടപ്പാടുകളും അറിയിക്കുകയാണ്. ഈ ഫെസ്റ്റിന് എല്ലാവിധ ഹൃദ്യമായ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അൽഹംദുലില്ലാഹ്. ഈ വേദിയിൽ വെച്ച് പരിശുദ്ധ ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ കേട്ട പരിചയവും ഉള്ള നല്ല മദ്ഹ് ഗാനങ്ങൾ ആലപിച്ച് അല്പനേരം നിങ്ങളോടൊപ്പം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും, ഇവിടുത്തെ ദീന സംരംഭങ്ങളെല്ലാം അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ഉസ്താദുമാർ എല്ലാവർക്കും എല്ലാവിധ അഭിവൃദ്ധിയും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ വിജയങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖി ഉസ്താദ് എഴുതിയ കണ്ടു കൊതി തീർന്നതാരാ മദീന എന്ന ഗാനം ആലപിക്കുകയാണ്. മദ്ഹ് ഇപ്പം മുമ്പിലുള്ളത് ചെറിയ മക്കളാണ്. ശബ്ദം ശ്രവിക്കുന്ന വലിയ ആളുകളൊക്കെ പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ മദീനയെ കുറിച്ചുള്ള ഗാനമായതുകൊണ്ട് ആ ഒരു ആത്മീയ അനുഭൂതി, ആത്മീയ സുഖം കിട്ടാൻ മനോഹരമായ രീതിയിൽ അതിനെ ആസ്വദിക്കണമെന്ന് വേണ്ടി ഇത് ഉണർത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മത്തോടുകൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന, വാരിപ്പുണരുന്നതെന്നാണ് ദീന. താരാട്ടിടുന്ന ഉമ്മയാ മദീന നിങ്ങൾക്ക്, തലോലമാട്ടി ജന്നത്തുൽ ബഖീഇലും നാക്ക്. തങ്കം തിളങ്ങിടുന്ന പോലെ കൽബ് നന്നാക്ക്. തിങ്കൾ നിലാവ് കൊണ്ട് എൻ ഹയാത്ത് ഖൈറാക്ക്. പ്രകാശഗോപുരമേ പ്രവേശനം നൽകൂ. പ്രപഞ്ചമാകെ ആ മദീനയോട് കൊതിയല്ലേ. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. ദൂരെ 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 മദീന, വാരിപ്പുണരുന്നതെന്നാണ് ദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. ദൂരെ 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 ദൂരെ
നബീന നിന്നെ ഞാനിന്ന് ദൂരെ നബീന വന്നിടാൻ യോഗ്യനാണോ മദീന നിന്നെ ഒഴിവാക്കിടേ നബീന എന്നെ ഒഴിവാക്കിടേ നബീന കണ്ണിലണവാക്കിടേണേ മദീന കണ്ടു കൊതി പോരിയതാര മദീന കൊണ്ടുപോയ ജീവൻ മദീന ദൂരെ 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 മദീന വാരിപ്പുലരുവന്നതെന്ന മദീന. ഫീഡ്ബാക്ക് ഓവർ കുറക്ക് വോയിസ് ശരിക്കും കേട്ടോ ഡീലെ കുറച്ച് മതി അല്ല ഡീല ഇപ്പോഴുള്ള ഡീല മതി ടൈമിങ് പക്ഷെ ഇതിൽ കയറി വരുന്നുണ്ട് ഓവർ കേട്ടോ വോയിസ് കുറച്ച് ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഉണ്ടാകുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനൊന്നും നമുക്ക് ആവുന്നില്ല. ഒരു മനുഷ്യനെ കുറിച്ച് ഒരാളെ കുറിച്ച് നമ്മൾ എത്രമാത്രം അറിയുന്നുവോ എത്രമാത്രം മനസ്സിലാക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ആ ആളോട് നമുക്ക് സ്നേഹം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ആളോട് നമുക്ക് ഇഷ്ടം വർദ്ധിക്കുക, മഹബത്ത് ഉണ്ടാവുക. മനുഷ്യൻ അറിയുമ്പോഴാണ് ഈ വേദിയിൽ സ്വശരീരത്തോട് നിങ്ങളുടെ കൂടെ നിർത്തുന്നത് പരിശുദ്ധ റജബും ഷാബാൻ റമളാനൊക്കെ വരുമ്പോൾ കൂടുതൽ ആത്മീയമായി മാറാൻ, ആത്മീയമായി ചേഞ്ച് ആവാൻ, ഒരാത്മീയവൽക്കരണം നടത്താൻ വരെ തയ്യാറായി നിൽക്കുന്ന നമുക്ക് ഏറ്റവും പ്രധാനമായി ആത്മീയ അടിത്തറ റെഡിയാക്കാൻ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പരിശുദ്ധ ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുക, അവിടത്തോട് മഹബത്ത് വെക്കുക എന്നുള്ളതാണ്. ഈ മഹബത്ത് വെക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വേണ്ട ഒന്നാണ് ഹബീബിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ഹബീബിനെ കുറിച്ച് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലത്തെ ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ, ഇഷ്കിന്റെ പ്രഭാഷണങ്ങൾ, ഇഷ്ക് മജ്ലിസുകൾ, ഒരുപാട് ആളുകൾ എഴുതി വെച്ച മനോഹരമായ പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും അതുപോലെ ഒരുപാട് ആശയങ്ങൾ എഴുതി വെച്ച മാധ്യമങ്ങൾ എഴുതി വെച്ച മനോഹരമായ മധുഗാനങ്ങൾ, അതിലൂടെ ഹബീബിന്റെ ശരീരഭംഗിയെ വർണ്ണിക്കുമ്പോൾ, ഹബീബിന്റെ ജീവചരിത്രങ്ങൾ പറയുമ്പോൾ, ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു ആശിക്കിന്റെ വേദനകൾ ഉണർത്തുമ്പോൾ, മദീനയെ കൊതിക്കുന്ന ഒരു ആശിക്കിന്റെ വേദനകൾ ഉണർത്തുമ്പോൾ, അതൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കുമ്പോൾ, അതിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അറിയാതെ പതുക്കെ ഹബീബിലേക്ക് നടന്നെടുക്കാൻ, ഹബീബിന്റെ ഹൃദയവുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാൻ, ഹബീബിലേക്ക് നമ്മുടെ റൂഹിനെ ലയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരുപാട് മദ്ഹുകൾ, ഒരുപാട് ഗാനങ്ങൾ, ഒരുപാട് രചനകൾ, ഒരുപാട് പ്രഭാഷണങ്ങൾ സുലഭമാണ്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഹബീബിനെ കുറിച്ച് കേൾക്കണം, ഹബീബിനെ കുറിച്ച് വായിക്കണം. ഒരുപാട് സ്വലാത്തുകൾ, ധാരാളം സ്വലാത്തുകൾ നമുക്ക് പരിചയമുള്ളതാണ്. ഈ സ്വലാത്തുകൾ നിരന്തരമായി നമ്മൾ ധന്യമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോ പതുക്കെ ഹബീബിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയെ കാണാൻ കൊതിക്കുന്ന അവിടെ പോയ ആളുകൾ ഇവിടെ ഉണ്ടാവും, പോവാത്തവരുണ്ടാവും. മദീനയെ കാണാൻ കൊതിക്കുന്നവരാണെന്ന്, ഹബീബിനെ കാണാൻ കൊതിക്കുന്നവരാണെന്ന് അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട റഷാദ് ബാഖി ഉസ്താദ് തന്നെ ഈ അടുത്ത് ഞങ്ങൾ ഉംറക്ക് പോയപ്പോ മദീനയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ ഇരുന്നുകൊണ്ട്
ഉസ്താദ് ആ മദീനയിൽ ഞാനൊന്ന് തൊട്ടോട്ടെ നബിയെ, ആ മദീനയുടെ മുറ്റത്ത് ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ നബിയെ, ഞാൻ മദീനയിലുള്ള തൂണുകളിൽ നിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഹബീബെ, അവിടുത്തെ സംസം കുടിക്കാൻ ഞാൻ കുടിക്കുകയാണ്. അങ്ങയുടെ കൈവിരലുകളിലൂടെ വരുന്ന മനോഹരമായ പരിശുദ്ധമായ ജലം, ആ വെള്ളം എനിക്ക് നൽകുമോ ഹബീബെ? ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, എന്റെ തോപ് സ്വീകരിക്കുമോ നബിയെ? എന്റെ പാപങ്ങൾ കണ്ട് എന്നോട് പിണങ്ങി പോകുമോ ഹബീബെ എന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ വേദനിപ്പിക്കുന്ന മനോഹരമായ വരികൾ എഴുതി വെച്ചിരുന്നു. ആ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് അല്പം ഇൻഷാഅല്ലാഹ് ആലപിക്കുകയാണ്. ഒന്ന് കണ്ടോട്ടെ അനുവാദം തുരുമോ എന്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ, ഒന്ന് തൊട്ടോട്ടെ ആ നല്ല മണ്ണിൽ, ഒന്ന് തൊട്ടോട്ടെ ആ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുള്ളേ, തൗബ ചെയ്തോട്ടെ ആ കാലിൻ ചോട്ടിൽ, തൗബ ചെയ്തോട്ടെ ആ കാലിൻ ചോട്ടിൽ, തൗബലക്കയെന്ന് ചൊല്ലാമുന്നില്ലേ, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ, ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിന്റെ വെള്ളം തരാമോ, ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിന്റെ വെള്ളം തരാമോ, കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ, കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ, തട്ടിത്തെറിപ്പിക്കല്ലേ എന്റെ പൂവേ, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ, പാപക്കറ കണ്ടു പിണങ്ങളെ നൂറേ, പാപക്കറ കണ്ടു പിണങ്ങളെ നൂറേ, പാദം വിറക്കൊണ്ട് പതറുന്നു താനേ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ തേനേ, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ.
നിങ്ങൾ കൂടെ എൻ്റെ കൂടെ പാടാം. റെഡിയുണ്ടോ? ഉറക്കെ പറയും. ഞാനൊരു വരി പാടും, അടുത്ത വരി നിങ്ങൾ പാടാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി നൂർ മുഹമ്മദ് പറക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്തി ഒളി ജന്നാത്തിൻ അമ്പർ തോൽക്കും ചിത്തത്തിൽ അനുരാഗത്തിൻ പൂന്തന്നൽ ആരിലും ആശ്രയമാം തിങ്കൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലെങ്കി വിളങ്ങും പൂവദനം കണ്ടവരില്ല ശ്വാസമനം ലെങ്കി വിളങ്ങും പൂവദനം കണ്ടവരില്ല ശ്വാസമനം ഊ ക്യാ पर तेरा हूँ ऊ क्या पर तेरा हूँ तेरा उंदे मुझको बना हस्बी रब्बी जल्लल्लाह माफी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा हस्बी रब्बी जल्लल्लाह माफी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह ത്വലഅൽ പാടി മണ്ണും വിണ്ണും മർഹബയോതി ഇൻസും ജിന്നും ത്വലഅൽ പാടി മണ്ണും വിണ്ണും മർഹബയോതി ഇൻസും ജിന്നും അന്നാനൂറും ജന്മം കൊണ്ടു खुशियों का दिन आया है हस्बी रब्बी जल्लल्लाह माफी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह हस्बी रब्बी जल्लल्लाह माफी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह नूर आ गया शुक्र പൊതിഞ്ഞു നൂറാകയാ പുകളുകളാകെ പുളകിതമാകെ തൂത്തുലഞ്ഞു ഉലകമിലാകെ നൂറാകയാ 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 नूर वाला आया है नूर लेकर आया है नूर वाला आया है नूर लेकर आया है सारे आलम में ये देखो कैसा नूर छाया है अस्सलातु वस्सलामु अलैका या रसूल अल्लाह अस्सलातु वस्सलामु अलैका या हबीब अल्लाह
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പുലരിയടുത്തു പിറവിയടുത്തു നാമിന ബീറ്റൻ കൺമണിയായി അംലാക്കും അഖിലാണ്ട മുഴുക്കെ മർഹബശീലുകളോതുകയായി പുലരിയടുത്തു പിറവിയടുത്തു നാമിന ബീറ്റൻ കൺമണിയായി അംലാക്കും അഖിലാണ്ട മുഴുക്കെ മർഹബശീലുകളോതുകയായി നൂറാലുദയം നീരും സദയും നാരിൻ വടിയിൽ നിന്ന ഭയം നീറുന്നവരിൽ നീരിൻ തെളിതി ഏകും നൂറിൻ്റെ ഉദയം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹംകോ ബുലാനാ या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह कभी तो साब गुंबद का उजाला हम भी देखेंगे कभी तो साब गुंबद का उजाला हम भी देखेंगे हमें बुलवाएंगे आका मदीना हम भी देखेंगे हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह जन्मम നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകൂ നാൾ ഇനിയെല്ലാം എല്ലാം അറിയുന്നു നീ എൻ്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നു നീ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകൂ നാളെ ഇനിയെല്ലാം എല്ലാം നൽകുന്നോനേ എൻ്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനേ അല്ലാഹ് അഹദേ ആരാധനേ ചൊല്ലിടാം ഞാൻ നിൻ മധുഹുകൾ റാഹിമും നീ റാസിക്കും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ അല്ലാഹ് അഹദേ ആരാധനേ ചൊല്ലിടാം ഞാൻ നിൻ മധുഹുകൾ റാഹിമും നീ റാസിക്കും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ അല്ലാഹ് അഹദേ ആരാധനേ ആലംബഹീനാർക്ക് രക്ഷ കൊടുക്കേണം ആരംഭ ത്വഹാവിൻ അരുൾ നമ്മേളോർക്കേണം അവശരെ കണ്ണോ നീ
ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാനോ ഇറ്റി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ലാഹ് വർഷിക്കും സഹായം. മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട ഉന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഭീകരാം ബഹുദൈവത്വം പണിടുന്ന കാലഘട്ടം. ഭീകരാം ബഹുദൈവത്വം പണിടുന്ന കാലഘട്ടം. വീര്യമുള്ള മനുഷ്യത്വം വീരറുത്ത സമയത്തിൽ എത്തി. മരുഭൂമിൽ മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് തേരൊളിവാലേ. ആകലോക കാരണമുത്തൊളി റസൂലേന്നും ആദിജ്യോതി പൂരണ വിത്തൊളി റസൂലേ. ആകലോക കാരണമുത്തൊളി റസൂലേന്നും ആദിജ്യോതി പൂരണ വിത്തൊളി റസൂലേ. പ്രവാചക റസൂലുള്ള തന്റെ ചെറുപ്പത്തിൽ ഹലിമ ബിവസതിയിലാകുമ്പോൾ പലവിധ അജബുകൾ കണ്ട നബിയാരിൽ ഹലിമ ബിമനം കുളിരാകുന്നു. പ്രവാചക റസൂലുള്ള തന്റെ ചെറുപ്പത്തിൽ ഹലിമ ബിവസതിയിലാകുമ്പോൾ പലവിധ അജബുകൾ കണ്ട നബിയാരിൽ ഹലിമ ബിമനം കുളിരാകുന്നു. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാ മുത്ത് റസൂലിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാ മുത്ത് റസൂലിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. മിന്ന പാലിൻ മധുരം ഇന്നു മറക്കാമോ? മിന്ന പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയ മുത്തു മുഹമ്മദ് തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. മുത്തായ തങ്ങൾ താർന്ന
കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റവും വിശദതലുപ്പായെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖി വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ആലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മദീന മുനവ്വറയിൽ ഉറങ്ങും മദീന മുനവ്വറയിൽ ഉറങ്ങും റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ റസൂലുള്ളാഹ്. മദീന മുനവ്വറയിൽ ഉറങ്ങും റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ റസൂലുള്ളാഹ്. പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയണേ. പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ. ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അതു കേട്ടു സിദ്ദീഖിൻ വിളിയാണോ യാ റസൂലേ. അതൃപ്പൂവാം ബിലാലി സ്വരനാദം യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ഒരു നാരി അടയാളം തിരുമേനിൽ പടന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ. ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. ഇത്തിരി നരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യഥയാ. ചിത്തിര പൂമുഖം ചേർക്കാന പന വീടിന് പുതിയ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തുപതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. മുത്തുപതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. റസൂലിന്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടപ്പോ കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം ഉലയാ
ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു, മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മുത്തത്തിൽ പൊട്ടിയ തോൽപാത്രം കഴിഞ്ഞൊരു കൂടാ, വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗ്ഗക്കൂട്, ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗ്ഗക്കൂട്. പനയോലയിലൊരു കുടിലാണ് ഭവന 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 നബി തങ്ങളുടെ എന്നിവാം നബിയോരുടെ ഖൈറാം സഹബോരുടെ അത് കേട്ട് സിദ്ദീഖിലെയാലോ അതിർപ്പൂവാമ്പിലായി സ്വരനാദം, ഇരുളാർന്ന രാത്രിയിൽ നബിയോരെ ഞാൻ മറന്നു, പാപമാം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നു, ഇരുളാർന്ന രാത്രിയിൽ നബിയോരെ ഞാൻ മറന്നു, പാപമാം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നു, അഫ്വൻ യാ നബിയേ, അഫ്വൻ യാ നിധി, അഫ്വൻ യാ നബിയേ, അഫ്വൻ യാ നിധി. ആത്മീയ പാതയിൽ എത്തിമായ മക്കളെ, ആത്മീയ പാതയിൽ എത്തിമായ മക്കളെ മാറോടി ചേർത്തുള്ള നൂറോരേ, ആത്മീയ മോനാ കിടാമോ എന്നെ, ആത്മീയ മോനാ കിടാമോ, ആത്മീയ മോനാ കിടാമോ എന്നെ, ആത്മീയ മോനാ കിടാമോ. കണ്ട് കൊതിത്തി നദാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന, ദൂരെ 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 മദീന, വാരി പുണരുന്നതെന്ന നബീന, വേദനിപ്പിച്ചുവോ ഞാൻ നബീന, വേണ്ടയെന്നോതുമോ നീ മദീന, വേദനിപ്പിച്ചുവോ ഞാൻ നബീന, വേണ്ടയെന്നോതുമോ നീ മദീന, എൻ്റെ നേരെ തുറക്കൂ മദീന, എൻ്റെ നേരെ തുറക്കൂ മദീന, എന്നെ കൂടി വിളിക്കൂ മദീന, ശബ്ദമിടറി ബിലാലിൽ മദീന, ശബ്ദമിടറി ബിലാലിൽ മദീന, ശക്തമാണ് പ്രണയം മദീന, എന്ത് രസമാണ് നീയൻ മദീന, എൻ്റെ നബി നിന്റെ ഉള്ളിൽ മദീന, മാരിവില്ലിൻ്റെ അഴകന്ത സീന, വാരി നൽകി അതെൻ്റെ മദീന.
നബീന എന്നെ ഒഴിവാക്കിടല്ലേ നബീന കണ്ണിലണവാക്കിടണേ മദീന കണ്ട് കൊതി തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരെ 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 മദീന വാരി പുനരുന്നതെന്ന നബീന. അല്ലാഹു ഇവിടെ നമ്മൾ പാടിയ മധുകളെല്ലാം സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻ ചെയ്യാം ഏത് പാട്ടാണെങ്കിൽ. അതിൽ പാട്ടുണ്ടോ? കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുണ്ടോ? അതെ അല്പം പാടി ഓസിഫറ ഞാൻ പാടിയ പാട്ടിനായിക്കോട്ടെ. ഓസിഫറിന്റെ വരിയുണ്ടെങ്കിൽ ദേശങ്ങൾ തേടി കിട്ടില്ല സഹാബ്. അത് കേൾക്കണോ? പാടലേ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാ. സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഈന്ത പാനായോല ചോട് ഹബീബരെ ഓരത്തവരിരുന്നു ജീവിതം മാനബി യോരിലും നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിലപിച്ചു ഹബീബർ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും.
ചുടുമണലിൽ വിലപിച്ചു ഹബീബൻ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് സൂരലെ അവരടിയും സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വെൺമുകില് സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസു നെഞ്ചിലെഴുതിയ സ്വഹബ് അനുപമ താര സമാന സാത്വികര ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൽ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമാ കൊതിയുണ്ട് മദീനത്ത് നടഞ്ഞിടാൻ വിധി തരുവധിപതി അഹദുനേ കൊതിയുണ്ട് മദീനത്ത് നടഞ്ഞിടാൻ വിധി തരുവധിപതി അഹദുനേ അഹദ് സ്വമദേ തുണച്ചിടണേ മോഹം തീർത്തിടണേ അഹദ് സ്വമദേ തുണച്ചിടണേ മോഹം തീർത്തിടണേ അകമിലുണരും അനന്തമോഹം ശമനമേകിടണേ ഉലകിലകിലം പ്രകാശമേ ഉദയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉദയവന്റെ ദാനമേ കതിരൊളിയാം കനകദീപം ഖാത്തിമുൻ നബിയേ കതിരൊളിയാം കനകദീപം ഖാത്തിമുൻ നബിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ. ഉസ്താദ് ഒരു ഗാനം ഒരു മദ്ഹ് ആലപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും അതിൻ്റെയൊക്കെ പശ്ചാത്തലം പറയുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ അതിൻ്റെ ഫീൽ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ട് ഉസ്താദ് നൗഷബ് ഉസ്താദിൻ്റെ കൂടെ ഉംറക്ക് പോയ സമയത്ത് ഉംറ കഴിഞ്ഞ് മദീനത്തുനിന്ന് നേരത്തെ ഞാൻ പാടി ഒന്ന് കണ്ടോട്ടെ മദീനത്തേക്ക് പോകുമ്പോൾ ഉസ്താദ് എഴുതിയ പിന്നെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അന്നേ ദിവസം രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉസ്താദും അവിടെ ഹറമിൽ പോയി അഥവാ റൗളയുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്ത് ആ രാത്രിയിൽ അത് വന്നത്തോടു കൂടി പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് പിരിയാൻ സമയത്ത് ഉസ്താദ് വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിൽ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിരിക്കുന്ന ഇടയിൽ ഉസ്താദ് എന്നോട് ഒരു ട്യൂണ് പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ ട്യൂണ് പറഞ്ഞു കൊടുത്ത ഉസ്താദ് എഴുതിയ ഗാനമാണ് മടങ്ങാൻ ഒരുങ്ങുന്നു യാ റസൂലല്ലാഹ് എന്ന് തുടങ്ങുന്ന വരികൾ വളരെ മനോഹരമായ വരികളാണ്. അത് അങ്ങനെ അപ്പൊ തന്നെ ഉസ്താദ് അവിടെ റൗളയുടെ അടുക്കൽ നിന്ന് എന്നെ കൊണ്ട് പാടിപ്പിച്ച് ഉസ്താദ് വല്ലാതെ കരഞ്ഞുപോയി. വല്ലാത്തൊരു സുന്ദരമായ നിമിഷമായിരുന്നു. വല്ലാത്തൊരു റാഹത്ത് കിട്ടിയ ഒരു സമയമായിരുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാഹ് മധുരം മതിയായിട്ടില്ല നൂറുല്ലാഹ് മദിഹിനി ബാക്കിയുണ്ടേ യാ റസൂലല്ലാഹ്
മദദിനു വേണ്ടി പാടാം യാ ഹബീബല്ലാ. മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാ. മധുരം മതിയാകിട്ടില്ല നൂറുല്ലാ. മദിഹിനി ബാക്കിയുണ്ടേ യാ റസൂലല്ലാ. മദദിനു വേണ്ടി പാടാം യാ ഹബീബല്ലാ. പിടയും കൽബിളക്കി ഞാനറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. പിടയും കൽബിളക്കി ഞാനറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. പുണരാനൊന്ന് മണ്ണിനോട് ചൊന്നാട്ടെ, പുണരാനൊന്ന് മണ്ണിനോട് ചൊന്നാട്ടെ. പടിയിൽ നിന്നിറങ്ങും മുമ്പ് തന്നാട്ടെ. മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാ. മധുരം മതിയായിട്ടില്ല നൂറുല്ലാ. കല്ലാണെൻ്റെ കൽബ് പേടിയില്ലല്ലോ, കൊല്ലം എത്രയായി പാപി തന്നല്ലോ. കല്ലാണെൻ്റെ കൽബ് പേടിയില്ലല്ലോ, കൊല്ലം എത്രയായി പാപി തന്നല്ലോ. മടിയിൽ കിടത്താ ഞാൻ ആരുമല്ലല്ലോ, മടിയിൽ കിടത്താ ഞാൻ ആരുമല്ലല്ലോ. മലരെ വെറുത്താൽ ഞാൻ ഒന്നുമല്ലല്ലോ. മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാ. മധുരം മതിയാകിട്ടില്ല നൂറുല്ലാ. രൂപം ഭാവമെല്ലാം മികച്ചതല്ലോ, രോഗാണുക്കളെല്ലാം അകമീലല്ലോ. രൂപം ഭാവമെല്ലാം മികച്ചതല്ലോ, രോഗാണുക്കളെല്ലാം അകമീലല്ലോ. നബവി മണ്ണിൽ നിൽക്കാൻ യോഗ്യനല്ലല്ലോ, നബവി മണ്ണിൽ നിൽക്കാൻ യോഗ്യനല്ലല്ലോ. നബിയൻ മദ്ഹ് പോലും കേൾക്കുകില്ലല്ലോ. മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാ. മധുരം മതിയാകിട്ടില്ല നൂറുല്ലാ. ഇനിയും വിളിക്കില്ലേ യാ റസൂലല്ലാ, ഇനി ഞാൻ ചതിക്കില്ല യാ ഹബീബല്ലാ. ഇനിയും വിളിക്കില്ലേ യാ റസൂലല്ലാ, ഇനി ഞാൻ ചതിക്കില്ല യാ ഹബീബല്ലാ. മുല്ലേ മെല്ലെ മെല്ലെ ഞാനിറങ്ങുന്നേ, മുല്ലേ മെല്ലെ മെല്ലെ ഞാനിറങ്ങുന്നേ. നല്ല
ആശിഖാവാൻ തുണ ചെയ്യണേ. ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒട്ടകമുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ പേര് ചെറിയ മക്കളാണ് ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം. നമുക്കറിയാം എല്ലാ സമയത്തും എല്ലാ യാത്രകളിലും എപ്പോഴും ഹബീബിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹബീബ് പട്ടിണി കിടക്കുമ്പോൾ, ഹബീബ് വേദനിക്കുമ്പോൾ, ഹബീബ് വിഷമിക്കുമ്പോഴൊക്കെയും ആ ഒട്ടകം നോക്കിക്കാണാണ്. ഒട്ടകം ഹബീബ് വിഷമിക്കുമ്പോൾ ഒട്ടകം വിഷമിക്കുക. ഏത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഹിജ്റ ഒക്കെ വലിയൊരു സംഭവമാണല്ലോ, നമുക്കറിയുന്നത്. എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും ഹബീബോരോടൊപ്പം ഉണ്ടായിരുന്ന ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം. ആ ഒട്ടകം സ്വർഗത്തിലാണെന്ന് ജന്നത്തുൽ ബഖീലാണ് ഒട്ടകത്തെ അടക്കം ചെയ്തിട്ടുള്ളത്, ഖബറടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒട്ടകം ഒരു സമയത്ത് റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിട്ടില്ല. ആ സമയം ഈ റജബ് മാസമായിട്ട് വലിയ ബന്ധമുണ്ട്. റജബ് 27 നമുക്കറിയുന്നത് പോലെ ഇസ്രാ മിഅ്റാജിന്റെ ആ സംഭവം നടന്ന ആ യാത്രയിൽ ഹബീബിനോടൊപ്പം ഉണ്ടായിരുന്ന വാഹനത്തിന്റെ പേര് എന്തായിരുന്നു? കുട്ടികളെ നിങ്ങൾ പറയാം. ബുറാഖ്. നല്ല മക്കളാണ് മാഷാ. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ആഡംബരമായ സ്വർഗീയ വാഹനത്തിലാണ് റസൂലുള്ളാഹി യാത്ര ചെയ്തത്. ആ സമയത്തൊരു നിമിഷം ഖസ്വ വല്ലാണ്ട് വിഷമിച്ചു പോയി എന്നവരെ കാണുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ അതിനുശേഷം പട്ടിണി കിടന്ന് വല്ലാത്ത വേദനയോടെ മാസങ്ങൾ മാത്രം കഴിച്ചുകൂട്ടി. അങ്ങനെ ആ ഒട്ടകം അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ മരണപ്പെടുക എന്നുള്ളതൊക്കെ സൂക്ഷ്മമായ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത് അത്രയും പരിശുദ്ധമാണ്. ഒട്ടകം അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്ത ഒട്ടകം റസൂലിനെ വല്ലാണ്ട് പ്രണയിച്ച് സ്നേഹിച്ച് ഇഷ്ക് വെച്ച ഒരു ജീവി നിസ്സാരമായി നമ്മൾ പോലെ മിണ്ടാൻ പോലും കഴിയാത്തൊരു കേവലം ഒരു ഒട്ടകം എന്ന ആ ജീവി ഹബീബിനെ പ്രണയിച്ച രീതികൾ, സ്നേഹിച്ച രീതികൾ സ്വഹാബത്തെ കിറാം, ഉഹുദിൽ പങ്കെടുത്തവർ, ബദറിൽ പങ്കെടുത്തവർ ഹബീബിനെ സ്നേഹിച്ച രീതികൾ അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കുക. നമുക്ക് വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു സ്നേഹം കൈമുതലാക്കാൻ കഴിയും. സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ, ഖുബൈബ് തങ്ങൾ, ഉവൈസുൽ ഖർനി തങ്ങൾ, ഖർൻ എന്ന നാട്ടിൽ ഒരു ഭ്രാന്തനെ പോലെ പ്രണയിച്ച് ഭ്രാന്തനെ പോലെ നടന്നിരുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങൾ, ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയുന്നത് പോലെ മെലിഞ്ഞു ആ വളരെ ശോഷിച്ചാവസ്ഥയിൽ ഭക്ഷണം കഴിക്കൂല, വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞ് വേദന പറഞ്ഞ രീതിയൊക്കെ ആ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. ഹബീബിനെ കാണണം അദ്ദേഹത്തിന്. ആ മഹാത്മാവിനെ ഹബീബിനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ഹബീബിനോട് വേവലാതിപ്പെട്ടത്, ഞാനോ അങ്ങോ വഫാത്തായി കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന തട്ടിൽ ഇരിക്കുമ്പോ ഈ സൗബാൻ മറ്റൊരു തട്ടിലാണെങ്കിൽ അങ്ങയെ നോക്കി ആസ്വദിക്കാൻ ആ പരിപൂർണ ചന്ദ്രനെ പോലെ ഒളിമുണ്ടുന്ന ആ സുന്ദരമായ പവിത്രമായ ആ മുഖം, ആ വദനം കണ്ടാസ്വദിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവോ നബിയെ? അത് ഓർത്തിട്ടാണ് സൗബാൻ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നതെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സൗബാൻ തങ്ങളുടെ ചരിത്രം. ബിലാൽ തങ്ങൾ ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ മദീന പോലും വിട്ടുപോയ, നമ്മൾ നേരത്തെ പാടിയ ഗാനത്തിൽ തന്നെ വല്ലാണ്ട് വിതുമ്പിപ്പോയ ബിലാൽ, ആ മദീനയുടെ ചരിത്രം പറയുമ്പോ ആ ബിലാലിന്റെ ആ വിഷമം, ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ ആ മദീന തന്നെ വിട്ടുപോയ ബിലാൽ തങ്ങളുടെ ചരിത്രം, പ്രണയത്തിന്റെ, ഇഷ്കിന്റെ, മഹബ്ബത്തിന്റെ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളുടെ ചരിത്രം, ബഹുമാനപ്പെട്ട ഖദീജയുടെ ചരിത്രം, ആയിഷയുടെ ചരിത്രം. ഞാൻ ഈ ഇതൊരു ഇഷ്ക് മജ്ലിസിന്റെ ഒരു വീതി അല്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് കിടക്കുകയല്ല. അങ്ങനെ ഒരുപാട് ഹബീബിനെ കുറിച്ച് അറിയുമ്പോൾ, അമ്പിയാക്കളെ കുറിച്ചൊക്കെ ഖസസ് എന്നാണ് ചരിത്രത്തെ പറ്റി പറയല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോൾ സീറത്തുൻ നബി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഹബീബിനെ കുറിച്ച് അറിഞ്ഞ് അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ആർജിച്ചെടുക്കണം, ജീവിതത്തിലൂടെ പകർത്തണം, ഇത്തിബാഅ് ചെയ്യണം, അവിടുത്തെ മഹബ്ബത്ത് വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തെ കുറിച്ചുള്ള അല്പം വരികളും കൂടെ ആലപിച്ച് ഇൻഷാ അല്ലാഹ് താൽക്കാലികമായി ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ചരിത്രം എല്ലാവരും മൈൻഡിൽ ആ ഒരു ഫീൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ വരി നമുക്ക് വല്ലാണ്ട് ആസ്വദിക്കാൻ പറ്റും. ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ അസ്വാ മുറ്റിനൊട്ടകമല്ലോ. നേരത്തെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് നേരത്തെ ഓഫ് ചെയ്തില്ലേ? ഓഫ് ചെയ്തന്നെ എന്നാ ഇപ്പൊ ഒന്ന് ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ. ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് ഒരു ചെറിയ ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തിൻ ചാരത്തിരുന്നല്ലോ കസുവ വാരിപ്പുണർന്നല്ലോ. ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുറ്റിനൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തിൻ ചാരത്തിടുന്നല്ലോ കസുവ വാരിപ്പുണർന്നല്ലോ. ഹിജ്റക്ക് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നല്ലോ കസുവ മലകൾ കടന്നല്ലോ. ഇതമെന്തെന്നറിയുമ്പോൾ ഹിദ്മത്ത് ചെയ്തിട്ട് ഇഷ്കിൽ ലയിച്ചല്ലോ കസുവ സ്നേഹം ജ്വലിച്ചല്ലോ. ഒരു നാളിൽ കഅബക്ക് ചുറ്റും റസൂലിനെ കൊണ്ട് നടന്നല്ലോ കസുവ കഅബം കരഞ്ഞല്ലോ. പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോൾ പതറാതെ നിന്നില്ലേ കസുവ പിരിയാത്ത കൂട്ടല്ലേ. മിഅ്റാജ് പോകുമ്പോൾ മിഴിനീർ തുടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ കസുവ നേത്ര മടർന്നില്ലേ. മിഴി രണ്ടും പൂട്ടാതെ മണിമുത്തിനെ കൂട്ടാനായി കാത്ത് കിടന്നില്ലേ കസുവ കൽബ് കവർന്നില്ലേ. മുത്തിൻ വഫാത്തിൻ്റെ നേരത്ത് കട്ടിലിൻ ചൂട്ടിലിരുന്നില്ലേ കസുവ പൊട്ടി തകർന്നില്ലേ. മുത്തി നടന്നും ഈഴഞ്ഞും ബാക്കിയിന്റെ മണ്ണിലമർന്നില്ലേ തല മണ്ണിലടിച്ചില്ലേ. 1000 കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല കസുവ നിൻ സ്നേഹമാകില്ല. 1000 കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല കസുവ നിൻ സ്നേഹമാകില്ല. ആരിലും മായാത്ത ചരിതം രചിച്ച നീ സ്വർഗത്തിലും മുല്ല
മുത്തിൻ്റെ അരികീന്ന് മാറിയില്ല. ത്വാഹാർ സൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഉറ്റിന്നൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തിൻ ചാര തീരുന്നല്ലോ. കൽബ് കവർന്നല്ലോ. ജസ്റ്റ് ഒന്ന് എണീച്ചു. ഇൻഷാല്ലാ. യാ വലിയൽ ഹസ്സന ദശ്റക ബൈത്തിൽ അവസാനത്തെ വൈത്ത് ചൊല്ലിയാൽ മതി. ഇൻഷാല്ലാ എല്ലാവരും ഒന്നിച്ച് ഒപ്പം ചൊല്ലും. ബിസ്മില്ലാഹ്. കണ്ണും ചിമ്പി റാഹത്തോടുകൂടി ഈ മജ്ലിസിൽ ഒരു ബർക്കത്ത് കിട്ടണം, ഇവിടെ ഒരു ഇജാബത്ത് കിട്ടണമെന്ന മനസ്സോടെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം സ്നേഹം കിട്ടണമെന്ന മനസ്സോടെ, നമ്മുടെ മുറാദുകളെല്ലാം ഹസ്സലായി കിട്ടണമെന്നൊരു റാഹത്തുള്ള ഒരു ഹൃദയത്തോടു കൂടി മനസ്സിൽ മദീനയെ കണ്ട് റാഹത്തോടുകൂടി ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഏറ്റുചൊല്ലും. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. عني ذنوبي واغفر لي سيئاتي صلى الله على محمد صلى الله عليه وسلم. تغفر الخطايا والذنوب بالموبقات صلى الله على محمد صلى الله عليه وسلم. ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم. صجي واخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم. ارحمنا جميعا لجميع صالحات صلى الله على محمد صلى الله عليه وسلم. ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم. ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صل وسلم.
ഇവിടുത്തെ CBMS ചീങ്കാന സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ എല്ലാവരോടും കൃത്യമായ സ്നേഹ കടപ്പാടുകൾ അറിയിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, മറ്റു ഉസ്താദുമാർ എല്ലാവരോടും കൃത്യമായ സ്നേഹം അറിയിക്കുന്നു. ഈ ഫെസ്റ്റിനെ കലാഓയി 2K25 ഈ ഫെസ്റ്റിന് എല്ലാവിധ ഹൃദ്യമായ സ്നേഹാശംസകൾ, ഭാവുകങ്ങൾ നേരുകയാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകം ഉസ്താദിനോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നു. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകം ഇവിടത്തെ സൗണ്ട് നല്ല റാഹത്തോടു കൂടെ സെറ്റ് ചെയ്ത പ്രിയപ്പെട്ട പേരെന്നേ നല്ല സൗണ്ട്. അപ്പോൾ അവർ അതുപോലെ ഇവിടെ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ ഭംഗിയായി നമ്മുടെ ഈ സെഷൻ അവസാനിക്കാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഹൈൽ ഫൈസി ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശബ്ദത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇനിയും പാടുവാനും പടയുവാനും നമ്മുടെ മനങ്ങളെല്ലാം നിറക്കുവാനും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കുന്നതിന്റെ മുമ്പായി നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് പേർ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രാർത്ഥന നടത്തും. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ അപാര അനുഗ്രഹത്താൽ ബഹുമാന്യനായ സുഹൈൽ ഫൈസി കോരാട് ഉസ്താദിന്റെ മധുര മനോഹരമായ മദ്ഹുകൾ നമ്മൾ കേട്ടു. അല്ലാഹു കബൂലാക്കട്ടെ. അവരുടെ ശബ്ദത്തിലും ജീവിതത്തിലും എല്ലാ കാര്യത്തിലും അല്ലാഹു വലിയ ബറക്കത്തും സലാമത്തും സന്തോഷവും നൽകട്ടെ. മുത്തറസൂലിനോടുള്ള ഇഷ്കാണ് സത്യത്തിൽ ഈമാന്റെ കരുത്ത്. ആ ഇഷ്കുണ്ടാക്കുന്നതിൽ ഇങ്ങനെയുള്ള മദ്ഹിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ പുണ്യപ്രവാചകരോടുള്ള പ്രേമം പൂത്തുലയാൻ ഇങ്ങനെയുള്ള ഈ മദ്ഹുകളൊക്കെ കാരണമായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബിനെ മദ്ഹ് ചെയ്ത ഒരു മജ്ലിസ് ആയതുകൊണ്ട് തീർച്ചയായും ഈ മജ്ലിസിൽ ദുആക്ക് ഇജാബത്തുണ്ടാകും. നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഈ പരിപാടിയിലേക്ക് സഹായത്തിന്റെ കൈകൾ നീട്ടിയവർ പലരുമുണ്ട്. ഇതിനൊക്കെ വേണ്ടി അധ്വാനിച്ച പ്രവർത്തിച്ച പലരുമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറിനും വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീലേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഖാബേ മുതകബ്ബിറേ. ഈ മദ്ഹിന്റെ മജ്ലിസ് ഖബൂലാക്കണമേ അല്ലാഹ്. ഹബീബിനെ ഇത്രയും നേരം ഞങ്ങൾ വാഴ്ത്തിയത്, പുകഴ്ത്തിയത്, പ്രശംസിച്ചത്, പ്രകീർത്തിച്ചത് ഖബൂലാക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണമേ അല്ലാഹ്. ഒന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ നിനക്കറിയുമല്ലോ. ഹബീബായ നബിയെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ഈ ഇഷ്കിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് റാഹത്ത് നൽകണമേ അല്ലാഹ്.
കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഹൈറായ നിലയിൽ വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്, എല്ലാ റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മദ്ഹിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സുഹൈൽ ഫൈസി ഉസ്താദിന് ശബ്ദത്തിലും ജീവിതത്തിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സന്തോഷത്തിലാക്കണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ബഹുമാന്യരായ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അല്ലാഹുവേ സഹായത്തിന്റെ കൈകൾ നീട്ടിയ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും റാഹത്ത് നൽകണമേ അല്ലാ. ഈ മക്കളെയൊക്കെ ഭാവിയിൽ എല്ലാ അർത്ഥത്തിലും ദീനിന് ഉപകരിക്കുന്ന, ഉമ്മത്തിന് വെളിച്ചം പകരാൻ കഴിയുന്ന വലിയൊരു നിലവാരത്തിലേക്ക് ഉയർത്തണമേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم. വന്ന രക്ഷിതാക്കൾക്ക് ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ചത് പോകാവൂ. അതുപോലെ വിദ്യാർത്ഥികൾ